കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളിൽ ഇ.ഡി. റെയ്ഡ്. യെസ് ബാങ്കിൽ നിന്ന് 3000 കോടിയുടെ വായ്പ വകമാറ്റി ചെലവഴിച്ചുവെന്ന ആരോപണത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. ഇ.ഡിയുടെ ദില്ലി, മുംബൈ സംഘങ്ങൾ പരിശോധന നടത്തുന്നു. സിബി ചേരുകയാണ്. സിബി, എന്തൊക്കെയാണ് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? കേസുമായി ബന്ധപ്പെട്ടാണ് അനിൽ അംബാനിയുടെ ഈ 50 കമ്പനികൾ അഥവാ 25ഓളം വ്യക്തികളുടെ സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടെ ഇപ്പോൾ ഒരു വ്യാപകമായ റെയ്ഡ് ഇ.ഡി നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 35 ഇടങ്ങളിൽ ഒരേ സമയം ദില്ലിയിലെയും മുംബൈയിലെയും ഈ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്, അതായത് യെസ് ബാങ്കിൽ നിന്നും 3000 കോടി രൂപയുടെ വായ്പകൾ എടുത്ത് അത് നിയമവിരുദ്ധമായി വകമാറ്റി, അത് 2017 മുതൽ 2019 വരെയാണ് യെസ് ബാങ്കിൽ നിന്നും എടുത്ത 3000 കോടി രൂപയുടെ വായ്പകൾ നിയമവിരുദ്ധമായി വകമാറ്റിയെന്നുള്ള ആരോപണം നിലനിൽക്കുന്നത്. ഇതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ്, ഈ അംബാനിയുടെ കമ്പനി, അത് ബന്ധപ്പെട്ട് ഉയർന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ PMLA ആക്ട് പ്രകാരം ഈ നടപടി ഇ.ഡി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ മുൻ യെസ് ബാങ്കിന്റെ പ്രൊമോട്ടർമാർ ഉൾപ്പെടെ ഇതിനു വേണ്ടി വായ്പയ്ക്ക് വേണ്ടി കൈക്കൂലി നൽകിയെന്ന ആരോപണവും ശക്തമാണ്. ഇതൊക്കെ തന്നെ അന്വേഷിച്ച് വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു റെയ്ഡ് നടക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെബിയും അതുകൂടാതെ നാഷണൽ ഹൗസിംഗ് ബാങ്കും നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയൊക്കെ ബാങ്ക് ഓഫ് ബറോഡ എല്ലാം തന്നെയും ഇതിൽ ചില FIR ഉൾപ്പെടെ എല്ലാം തന്നെയും രജിസ്റ്റർ ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സാമ്പത്തികമായ തിരിമറി ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ.ഡിയുടെ അന്വേഷണവും ഇതിന്റെ ഭാഗമായുള്ള റെയ്ഡും ഇപ്പോൾ നടന്നത്. അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളിൽ ഇ.ഡി. റെയ്ഡ്. സിബിയാണ് വിവരങ്ങൾ നൽകിയത്.